എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദീപാരാധനയെക്കുറിച്ചാണ്. അതായത് പ്രകാശത്തെ ആരാധിക്കുന്ന ഒരു പുരാതനമായ അനുഷ്ഠാനത്തെപ്പറ്റി. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും അല്ലെങ്കിൽ വലിയ സന്തോഷം വന്നാലും നമ്മൾ എന്തിനാണ് വെളിച്ചത്തെ ആശ്രയിക്കുന്നത്? ഇരുട്ടിലൊരു മെഴുകുതിരി കത്തിക്കുമ്പോഴോ ആഘോഷങ്ങൾക്ക് വിളക്കുകൾ തെളിക്കുമ്പോഴോ ഒക്കെ ഈയൊരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവും. കാരണം വെളിച്ചവുമായുള്ള നമ്മുടെ ബന്ധം അത്രയ്ക്ക് ആഴമുള്ള ഒന്നാണ്, അല്ലേ? അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ പറയുന്ന ദീപാരാധന? വളരെ ലളിതമായിട്ട് പറഞ്ഞാല് ഇത് വെളിച്ചം ഉപയോഗിച്ചുള്ള ഒരു സമർപ്പണമാണ്, ഒരു ആരാധനയാണ്. ഈ ദീപാരാധന എന്ന വാക്ക് ഒരു സംസ്കൃത പദമാണ്. ദീപം എന്നുവെച്ചാൽ വിളക്ക്, ആരാധന എന്നുവെച്ചാൽ ആരാധിക്കുക. അപ്പൊ ദീപാരാധന എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ആരാധിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഇതിന്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ, അതിനെയൊക്കെയാണ് ഇരുട്ടായിട്ട് കാണുന്നത്. ആ ഇരുട്ടിനെ മാറ്റി അറിവിന്റെയും നന്മയുടെയും വെളിച്ചം നമ്മളിലേക്ക് നിറയ്ക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോ ഇതൊരു പുറമേയുള്ള പൂജ മാത്രമല്ല, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നടക്കുന്നൊരു മാറ്റം കൂടിയാണ്. ശരി, ഇനി നമുക്ക് ഇതിന്റെ സിംബോളിസത്തിലേക്ക് കടക്കാം. ഈ ഒരു അനുഷ്ഠാനത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചെറിയ കാര്യത്തിനും അതിന് അതിൻ്റേതായ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. കത്തിജ്വലിക്കുന്ന ഓരോ തീനാളവും നമ്മളോടൊരു കഥ പറയുന്നുണ്ട്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നമ്മളൊരു വിളക്ക് കാണുമ്പോൾ അതൊരു വെറും പാത്രമായിട്ട് മാത്രം കാണരുത്. കാരണം അതിന്റെ ഓരോ ഭാഗത്തിനും ഓരോ അർത്ഥമുണ്ട്. അത് നമ്മുടെ ഉള്ളിനെയാണ് പ്രതിഫലിക്കുന്നത്. അപ്പോ എന്തൊക്കെയാണ് ആ അർത്ഥങ്ങൾ എന്ന് നോക്കാമല്ലേ? ആദ്യം തന്നെ വിളക്കിലൊഴിക്കുന്ന നെയ്യ് അല്ലെങ്കിൽ എണ്ണ. അത് നമ്മുടെ ഉള്ളിലെ വാസനകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് നമ്മുടെ നെഗറ്റീവ് സ്വഭാവങ്ങൾ, ആഗ്രഹങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആ തിരിയില്ലേ, ആ തിരി നമ്മുടെ ഈഗോ, അതായത് അഹംഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം ആ ജ്വാല, ആ തീനാളം എന്താണെന്നറിയുമോ? അത് ആത്മീയമായ അറിവാണ്. ആ അറിവ് നമ്മുടെ അഹംഭാവമാകുന്ന തിരിയെയും നമ്മുടെ വാസനകളാകുന്ന എണ്ണയെയും ഒരുമിച്ച് കത്തിച്ച് ഇല്ലാതാക്കുന്നു. എത്ര മനോഹരമായൊരു സങ്കല്പമാണല്ലേ ഇത്! അപ്പം നമ്മൾ അതിന്റെ സിംബോളിസം ഒക്കെ മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. കാരണം ഇതൊരു പ്രവൃത്തിയിലൂടെയുള്ള പ്രാർത്ഥനയാണ്. ഇതിന്റെ സ്റ്റെപ്പുകൾ ശരിക്കും വളരെ ലളിതമാണ്. ഒന്നാമതായി എല്ലാം ഭംഗിയായി തയ്യാറാക്കുക എന്നതാണ്. വിളക്ക്, തിരി, എണ്ണ ഇതെല്ലാം നല്ല ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഒരുക്കും. അടുത്തത് സമർപ്പണമാണ്. കത്തിച്ച വിളക്ക് ദൈവത്തിനു മുന്നിൽ ഒരു വൃത്താകൃതിയിൽ പതിയെ ഒഴിയും. ഈ സമയത്ത് സാധാരണയായി മന്ത്രങ്ങളും പ്രാർത്ഥനകളൊക്കെ ചൊല്ലാറുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടമുണ്ട്. ഭക്തർ ആ ജ്വാലയ്ക്ക് മുകളിൽ കൈകൾ വെച്ച് അതിൽ നിന്നുള്ള ചൂട് തങ്ങളുടെ കണ്ണുകളിലേക്ക് സ്പർശിക്കും. ആ ദൈവികമായ വെളിച്ചം നമ്മളിലേക്ക് സ്വീകരിക്കുന്നു എന്നൊരു വിശ്വാസത്തിലാണ് അത് ചെയ്യുന്നത്. ശരി, നമ്മളിതിന്റെ ചടങ്ങുകളൊക്കെ കണ്ടു. പക്ഷെ ഈ പുറമേയുള്ള കാര്യങ്ങൾക്കപ്പുറം ഇതിനൊരു വലിയ സന്ദേശമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് യഥാർത്ഥത്തില് അറിവിന്റെ വെളിച്ചമെന്ന് പറയുന്നത്. പ്രസിദ്ധമായൊരു പ്രാർത്ഥനയുണ്ടല്ലോ, തമസോ മാ ജ്യോതിർഗമയ, അതായത് എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കണമേ. ഇതൊരു പക്ഷെ ഒരു മതത്തിന്റെ മാത്രം പ്രാർത്ഥനയായി കാണേണ്ട ഒന്നല്ല. ലോകത്തുള്ള ഏതൊരു മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹമുണ്ട്. ആ ഒരു പ്രാർത്ഥനയുടെ, ആ ഒരു ആഗ്രഹത്തിന്റെ പ്രായോഗികമായ ഒരു രൂപമാണ് ദീപാരാധന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ നമ്മുടെ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: യഥാർത്ഥ സമർപ്പണം എന്നു പറയുന്നത് പുറത്തൊരു വിളക്ക് കത്തിക്കുന്നത് മാത്രമല്ല. അത് നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയുടെ, നമ്മുടെ ഈഗോയുടെ ഒക്കെ ഇരുട്ടിനെ ഇല്ലാതാക്കുന്നതാണ്. പുറത്ത് നമ്മൾ കാണുന്ന ആ വെളിച്ചം നമ്മുടെ ഉള്ളിലും ഒരു വെളിച്ചമുണ്ട് എന്നോർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. അപ്പോ ഇന്നത്തെ ഈ വിവരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിനു മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം ഞാൻ തരുന്നു. ജീവിതത്തിൽ ശരിയായ വഴി കണ്ടെത്താനും ഒരു അർത്ഥം കണ്ടെത്താനും ഒക്കെയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളെ നയിക്കുന്ന ചില പ്രതീകങ്ങളുണ്ടാകുമല്ലോ, അതെന്തൊക്കെയാണ്? അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു ചിന്തയോടെ നിർത്തുന്നു. നന്ദി.